മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇന്നലെ 25 മണിക്കൂറാണ് നമ്മൾ യാത്ര ചെയ്തത്. 25 മണിക്കൂർ യാത്ര ചെയ്തു. ട്രാഫിക് ജാം ആയിരുന്നു, ഭയങ്കര ട്രാഫിക് ജാം. കാരണം പീക്ക് ടൈമാണ്. ഡൽഹിയിലുള്ള എല്ലായിടത്തുമുള്ള ആൾക്കാരെല്ലാം കാശ്മീരിന് വരുന്ന സമയമാണ്. കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ വന്നപ്പോൾ, ഒക്ടോബർ ലാസ്റ്റിൽ ഞങ്ങൾ വന്നപ്പോൾ, ഞങ്ങൾ ഈ സെയിം റൂട്ട് തന്നെ ഞങ്ങൾ 18 മണിക്കൂർ കൊണ്ടാണ് വന്നത് ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ. പക്ഷേ ഇന്ന് ഞങ്ങൾ 25 മണിക്കൂർ എടുത്തു. 875 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇന്ന് ഇവിടെ വന്ന് പിന്നെ ആഹാരം കഴിച്ചു കുടിച്ചു. ഇന്ന് ഞങ്ങൾ യാത്രയാകുകയാണ്. ഇന്ന് കാർഗിലാണ് ഞങ്ങളുടെ ടാർഗറ്റ്. രാവിലെ ഇറങ്ങിയാണ് ഇവിടെ നിന്ന്. ഇനിയും സോൺമാർഗ്, ദ്രാസ്, കാർഗിലൊക്കെ കണ്ട് കാർഗിൽ പോയി സ്റ്റേ ചെയ്യണമെന്നുള്ള പണി. എല്ലാവരും തയ്യാറായി. ജാനു തയ്യാറായി, ജിൽസ് തയ്യാറായി, മാളു, മിയ, എവരിവൺ ഈസ് റെഡി. ബഡ്ജറ്റഡ് ടൂറാണ് ഞങ്ങളുടെ. വളരെ ചെറിയൊരു ബെഡ്റൂമാണ്. ഞങ്ങൾ 5 പേർക്ക് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യം. അല്ലെന്നുണ്ട് എല്ലാവരും പറയുന്നത് 2 ബെഡ്റൂം എടുക്കണം, 2 റൂം എടുക്കണം, 2 റൂം എടുക്കണം എന്നാണ്. നമ്മുടെ ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് അനുസരിച്ചുള്ള നമ്മുടെ പോക്കിൽ 3500 റുപ്പീസിൻ്റെ റൂമാണ്. അത് ലാസ്റ്റ് മൂമെൻ്റ് ആയതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വല്ല കുറച്ച് കിട്ടിപ്പോയത്. കാരണം 7:30 മണിയായി, 8 മണിയായി, 7:30 പിന്നെ അവർക്കറിയാം റൂം എടുത്തിട്ടേ പോകത്തുള്ളൂ എന്നറിയാം. അല്ലെന്നുണ്ടെങ്കിൽ 3500 രൂപയ്ക്കുള്ള മുറിയൊന്നും ഇല്ലത്. അത് തന്നെയല്ല അവരുടെ സീസൺ സമയമാണ്. ചലോ നമുക്കിനി അടുത്ത വണ്ടി കയറുമ്പോൾ കാണാം. ഗുഡ് മോർണിംഗ്. നമ്മൾ യാത്ര ശരിക്കുകയാണ്. കാർഗിലിലേക്ക് നമ്മൾ യാത്രയായി. 207 കിലോമീറ്റർ ഉണ്ട്. 11 മണിയാണ് പറയുന്നത്. നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് താമസിക്കും നമ്മൾ. ഇനി ആദ്യം ഡീസൽ അടിക്കണം. കാശ്മീരിൻ്റെ ഗ്രാമഭംഗികളാണ് ഇതെല്ലാം. അതിമനോഹരമായ കാശ്മീർ. പഴയ ഒരു രീതിയല്ല, ഇപ്പം എല്ലാം പുതിയ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് കണ്ടങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടങ്ങളാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കറ്റയൊക്കെ എടുത്ത് കച്ചി വെച്ചൊക്കെയാണ്. പിന്നെ കണ്ടത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീട് പണിയുന്നതെല്ലാം. കണ്ടോ, എല്ലാ വീടുകളും കണ്ടത് തന്നെയാണ്. കണ്ട ലെവലുകളിലാണ്. 77 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. നമ്മൾ ഇത് നാഷണൽ ഹൈവേ 1 ആണ്. NH1 നാഷണൽ ഹൈവേ 1. നമ്മളിവിടെ 77 കിലോമീറ്റർ ആണ്. ടെമ്പറേച്ചർ ഇപ്പോഴ് 14 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഇപ്പോഴും 14 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അതിങ്ങനെ വലിയൊരു മരമാണ് റോഡിന് നടക്കുന്നത്. ഇതുവരെ മുറിച്ചിട്ടില്ല മരം. ഈ പാർട്ടിയെ സീ വ്യൂ ആയിരുന്നു. ഓ, ഭയങ്കര പനിയാന്നല്ലോ. മഞ്ഞ എപ്പോഴും കാണിക്കും. वाह क्या सीन है ना. पहाड़. फोटो ले ले फैमिली फोटो.
ഹലോ, ഇപ്പോൾ 7 മണിയായി രാവിലെ. ഞങ്ങളെല്ലാവരും ലൈക്ക് ഒരു സ്റ്റോപ്പിൽ നിൽക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. പപ്പയും മമ്മിയും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം സെറ്റ് ചെയ്യുവാണ്. ഞാൻ കാണിക്കാം. ഇതാണ് ഫോൾഡബിൾ ടേബിൾ, സ്റ്റൗവ്. രാവിലെ മമ്മി എന്തോ കഴിക്കാൻ? ബ്രെഡ് ഓംലേറ്റ്. ഓക്കെ, രാവിലെ കഴിക്കാൻ ബ്രെഡ് ഓംലേറ്റ് ആണ്. ഡാഡ് ചെയർ എടുക്കും പപ്പ. ഓരോന്നായിട്ട് ക്യാമ്പിംഗ് ടെക് ടൂൾസ്, കുക്കിംഗ് ടൂൾസ് എല്ലാം പുറത്ത് വരികയാണ്. ഞങ്ങളുടെ മൾട്ടി ഫങ്ഷണൽ യൂട്ടൻസിൽസ്. ഇവിടെ ഞങ്ങൾക്കൊരു ആരോസ് स्पाइन, मालू मियाओ किसका स्पाइन है? डायनासोर का स्पाइन है. हाँ. Oh my god. ഗുഡ് മോർണിംഗ് എവരിവൺ. ഞങ്ങളിപ്പോൾ കാർഗിലേക്കുള്ള വഴിയിലാണ്. അതിമനോഹരമായ വഴിയിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ സ്റ്റൗവ് രാവിലെ ജാനു ആഹാരം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. സോ പപ്പ മമ്മി ആഹാരം ഉണ്ടാക്കുവാണ്. നമുക്ക് നോക്കാം അവരെന്തോ ഉണ്ടാക്കുന്നേ. ഇത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പപ്പ ചായ ഉണ്ടാക്കുമായിരുന്നു. പപ്പ യു വാണ്ട് ടു സേ സംതിങ്? ഞങ്ങളുടെ ആദ്യത്തെ ഇങ്ങനത്തെ ക്യാമ്പിംഗ് ആണ്. അല്ല, ഇങ്ങനത്തെ ക്യാമ്പിംഗ് ഇതിനു മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ടോ? പക്ഷെ വിത്ത് പ്രോപ്പർ എക്വിപ്മെന്റ്സ്, ടേബിൾ ഉൾപ്പെടെ ടേബിള്, സ്റ്റൗവ്. ഞങ്ങൾ മരത്തിനടിയിൽ ഇരുന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ആദ്യമാണ് ഞങ്ങൾ ടേബിളൊക്കെ എടുത്ത് ഞങ്ങൾ ആഹാരം. ടേബിള്, അതിൻ്റെതായ ചെയർ, സ്റ്റൗവ്, ഷീൽഡ്, വ്യൂ. എനിക്കറിയില്ല. ഇതോ ഞങ്ങളുടെ മിയമോൾ അനാഥ പ്രേതത്തെ പോലെ കല്ലെടുത്ത് കളിക്കുന്നു. ഉപ്പെന്തിയ മമ്മ? ഞങ്ങള് എല്ലാ അത് സ്പാച്ചുലയാണോ? അതിന് പിടിയില്ലല്ലോ. ഇതാണ് ഉപ്പ്. ഞങ്ങളെല്ലാ സാമഗ്രിയും സിപ്ലോക്ക് കൊണ്ടുവന്നു. കുരുമുളക് മമ്മി. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച മുട്ട ട്രേ. ഇതെന്ന് ചോദിച്ചാൽ മതി, കമൻറ്റ് ഞങ്ങൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ നമ്മള് ബട്ടർ പാനിലോട്ടിട്ട് അതിനെ ഗ്രീസ് ചെയ്യുന്നു. മാളുവേ എന്തുവാ ഉൾട്ടാ? അരെ വാ. എന്തോ സംതിങ്. ഇതല്ലല്ലോ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇപ്പോഴാണ് മുട്ടയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് ക്ലിക്കായത്. സ്റ്റൗ തിരിച്ചായിരുന്നു വെച്ചത്. വാട്ട് ഈസ് ദിസ് സാം?
आजा। എല്ലാം പാക്കിംഗ് എല്ലാം ചെയ്യുവാണ് ഇപ്പോൾ. മുത്തേ कौन सा है? सोनमार्ग कौन सा? वो वाला कौन सा रास्ता है? सोनमार्ग के लिए सीधे सीधा दिखा रहे. ये वाला कहाँ रास्ता है? എവിടെ നിങ്ങളോ? टनल हाँ ये रहा जी मौत टनल ड्रीम जी. എടി മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പ് പിടിക്കുന്നു. अरे बहुत लिया है हमने. पूरा घोड़े का ही फोटो लिया है. സോൺമാർഗ്, ഇതാണ് സോൺമാർഗ്. ഞങ്ങളിവിടെ കറങ്ങുന്നില്ല, ഞങ്ങളിവിടെ കഴിഞ്ഞ ഒക്ടോബറിൽ വന്നതാണ്. ഇവരെല്ലാം 0 പോയിന്റ് പോകുന്നവരാണ്. 0 പോയിന്റ്. हमारे एक फोटो ले लो. പണികൾ എവിടെ നടക്കുന്നല്ലേ? എന്നും പണികൾ എവിടെ? ഇല്ലാന്ന് പറ്റുന്നില്ല. ആടെല്ലാം ചോദിച്ചിട്ടെ നമുക്കൊരു ഷെയർ. ഓരോ പ്രാവശ്യം പോയതിന്റെ എല്ലാം കൂടെ ഓരോ എന്ത് ഷെയർ? റൗണ്ട് ഇത് എഡിറ്റ് ചെയ്ത് എവിടെ പോനാ വണ്ടിയാന്ന് തോന്നുന്നു. मियां हम कल पूरा बर्फ में है बच्चे, आपको मैंने बोल दिया. एक्साइटमेंट नहीं है बर्फ देख के. हाँ हमें अभी कारगिल जाना है. सबसे सुंदर वाले बर्फ में खेलने जा रहे हैं. भाई लद्दाख की बर्फ में खेलने जा रहे हैं हम. ये क्या वो भी है स्नो मोबाइल. जगह का नाम क्या है? जगह का नाम क्या है? अच्छा ये है 0 पॉइंट. बाइक राइड करो. नहीं भाई थैंक यू वेरी मच. वो देखो स्नो बाइक राइड. इधर स्नो बाइक राइड. लद्दाख में भी होगा, पूरा बर्फ है. ओके चलो. लद्दाख में तो ज्यादा होगा. और क्या. स्नो बाइक. ये है 0 पॉइंट. हम लोग दिल्ली से गुल सब कुछ करके आया है.
अब हम अगर कारगिल जा रहे हैं, ले जा रहे हैं, यहाँ कुछ भी नहीं है हमारा। Charo, sit down. Sit down. Sit down. Say hello. वो कुछ नहीं करेगा यार। Sit down. Sit down. Sit down. चलो अभी बैठ गया ना। Oh. देखो बैठ जाओ, पास में जाओ। सर वीडियो ले सकते हैं ना सर, वीडियो ले सकते हैं। ഇതാണ് സൊസീല പാസ് വാർ മെമ്മോറിയൽ. इसे भेजने के लिए सर टी शर्ट कितने का है? एम साइज है सर। अच्छा एम साइज है। നമ്മൾ രാവിലെ ശ്രീനഗറിൽ നിന്നും 5:30 ആകുമ്പോൾ ഇറങ്ങി. അവിടെ നേരെ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ചു. മുനിഗ്രാം അവിടെ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചു. അവിടെ ഞങ്ങൾ ഇറങ്ങി പിന്നെ സോൺമാർഗി വന്നു. അവിടെ ചെറുതായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് നമ്മളിപ്പം ദ്രാസ് അടുക്കാറായി. അതിന് സുസീല പാസി വന്ന് വാർ മെമ്മോറിയൽ അവിടെ വന്ന് ഷൂട്ടൊക്കെ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ തിരിച്ചു ഇപ്പം നമ്മൾ നേരെ ദ്രാസി വണ്ടി നിർത്തും. അവിടെയും ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാർഗിലിൽ പോകും. അവിടെ ചെന്ന് നോക്കി കണ്ടിട്ട് അവിടുത്തെ എല്ലാം നോക്കിയിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. ഇത്
ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ലാൻഡ്സ്കേപ്പ് അങ്ങോട്ട് കാണിച്ചു. നല്ല മാറി മാറി വരുന്ന ലാൻഡ്സ്കേപ്പുകളാണ്. ഇതെല്ലാം യുദ്ധം നടന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സ്ഥലങ്ങളാണ്. ഇപ്പം 95-ലല്ലായിരുന്നു, 2005-ല്. 2015 में दूध पैदा हुआ है. अरे मिया अच्छी पापा मुंह पे पानी गिरा मेरे അങ്ങനെങ്കിലും നീ കുളിക്കട്ടെന്ന് വിചാരിച്ചോ? അപ്പൊ അതെ ഉണ്ടായിരിക്കും. ബർഫ് വെള്ളം വീണ്